ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, പാലക്കാടിൻ്റെ സ്വന്തം നമ്മുടെ ഒരു ട്രഡീഷണൽ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ മടിയുള്ള ദിവസങ്ങളിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ 2-3 ദിവസത്തിന് എനിക്ക് വേറെ കറിയെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 3 പച്ചമുളക്, ഒരു 6 ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ നമ്മുടെ ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇനി ബാക്കി നമുക്ക് മസാലകളിലേക്ക് കിടക്കാമേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇനി നമുക്ക് മസാലകളിലേക്ക് പോവാം. ഇതിലധികം ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മുടെ മെയിൻ താരാണ് പുളി. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ലയിപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് അടിപൊളിയായി പെട്ടെന്ന് വീട്ടിൽ നമ്മൾ വല്ല മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി കറി എന്ന് പറയാം കേട്ടോ. മുളക് വറുത്ത പുളി നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം ട്രഡീഷണൽ കറിയാണ് കേട്ടോ മുളക് വറുത്ത പുളി. നമ്മൾക്ക് പലതരം പുളികളുണ്ട്, അതിൽ മെയിനായിട്ടുള്ള ഒരു പുളിയാണ് മുളക് വറുത്ത പുളി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ല ഉണക്ക മീനില്ലേ വറുത്തത്, അതായത് മാന്തൽ മീൻ വറുത്തതും, പിന്നെ നല്ല ചമ്മന്തിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ട് കഴിഞ്ഞതും നമുക്ക് നെക്സ്റ്റ് അധികം സമയം വൈകിക്കേണ്ട, കാരണം ഉലുവയൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കടുക്, ഉലുവ, ജീരകം ഇതൊക്കെ പൊട്ടി കഴിയുമ്പോഴേക്കും വേഗം ഒന്ന് ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ എന്തായാലും അത് കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ഉലുവ കരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് നന്നായി ഇളക്കി സെറ്റാക്കിയ ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ടിട്ട് ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഈ കറിക്ക് അത് ചെറുതായിട്ട് അരിയണതാണ് നല്ലത്. നമ്മുടെ പാലക്കാട് ഇതേപോലെ വെണ്ടയ്ക്ക പുളിയുണ്ട്, അതുപോലെ തന്നെ വെള്ളപ്പയർ പുളിയുണ്ട്, പുളിങ്കറിയുണ്ട്. നമ്മൾ എന്തുകൊണ്ടും പുളി കറി വെക്കും കേട്ടോ. അതാണ് നമ്മുടെ പ്രത്യേകത. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്യാമേ. അങ്ങനെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളി ഇടാം കേട്ടോ. അതായത് കുഞ്ഞുള്ളി ഇടാമേ. കുഞ്ഞുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. പെട്ടെന്നാവുന്നൊരു കറിയാണ്. വളരെ 5 മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നമ്മുടെ മുളക് വറുത്ത പുളിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം മുളക് വറുത്ത പുളിയാണ്. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാമേ. ഒരു 2-3 സെക്കൻഡ് മതി കേട്ടോ. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാമേ. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ കളർ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അതിലെ പുളിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. നല്ല പുളിയുള്ള പുളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പുളിയുടെ ക്വാണ്ടിറ്റി കുറച്ചോളൂ കേട്ടോ. ഞാൻ ഇവിടെ ഇച്ചിരി മധുരമുള്ള പുളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചോളൂ. പിന്നെ പുളി അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും ക്വാണ്ടിറ്റി എടുത്തോളൂ കേട്ടോ. ഇവിടെ അധികം പുളി ഇഷ്ടമല്ല, അതുകൊണ്ട് നല്ല മധുരമുള്ള പുളിയാണ് ഇത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഇത് പുളിക്കറി ഉണ്ടാക്കിയ ശേഷം ഒരുപാട് പുളി തോന്നുകയാണെങ്കിൽ ഒരു വെള്ളം അല്ലെങ്കിൽ ശർക്കര ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി വെള്ളം ഒഴിക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഈ കറി 3-4 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. കാരണം ഇതൊരു പുളിക്കറിയല്ലേ. അപ്പോൾ പിന്നെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് വരുന്നത് ഉണക്കമീൻ വറുത്തത്, അതായത് മാന്തൽ വറുത്തത്, പിന്നെ അടിപൊളി ചമ്മന്തി, പിന്നെ ഒരു പപ്പടം. ഇതുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിട്ടോളൂ കേട്ടോ.
എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് തോന്നി, അപ്പോൾ ഞാനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ എനിക്കിത് അത്ര പുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശർക്കര ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾക്ക് നമ്മുടെ മുളക് വറുത്ത പുളി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ തന്നെ മെസ്സേജ് അയക്കൂ, കമൻറ്റ് ഇടൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. തുടർന്നുള്ള നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറുക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ. ഇതാണ് നല്ല മണമാണേ. ഈ ഒരു മണം അടിക്കുമ്പോഴുണ്ടല്ലോ നമുക്കങ്ങനെ വായിലൂടെ ഇത് മുളക് വറുത്ത പുളി രസം കുടിക്കണ പോലെ കുടിക്കാനും സാധിക്കും കേട്ടോ. രസത്തിൻ്റെ ഒരു ചേട്ടൻ അനിയൻ ബന്ധമായിട്ട് വരുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും മുളക് വറുത്ത പുളി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് ഇതങ്ങോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങളിങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് രേഖപ്പെടുത്തൂ. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാമേ. എല്ലാവർക്കും നന്ദി. താങ്ക്